ഷാജൻ സക്രിയയും അദ്ദേഹത്തിൻ്റെ മറുനാടൻ മലയാളിയും കേരളത്തിലെ ശ്രോതാക്കൾക്കിടയിൽ ഏറ്റവും ബുദ്ധിപരമായ വർഗീയത അളവിലും തൂക്കത്തിലും കയറ്റിവിടുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട്. പൊതുവിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നു എന്ന് തോന്നിപ്പിച്ചുകൊണ്ട് പ്രേക്ഷകർക്ക് സംശയമൊന്നും തോന്നിപ്പിക്കാതെയാണ് അവരുടെ നടപടി. പലപ്പോഴും ഇവർ BJPക്കെതിരെയും വാർത്തകളെന്ന പേരിൽ ചില കാര്യങ്ങൾ അവതരിപ്പിക്കും. പൊതു എന്ന് തോന്നിപ്പിക്കുവാനുള്ള ചെറിയ ശ്രമം. അതിന് പിന്നാലെ മലയാളികൾ ഒരിക്കൽ പോലും ചിന്തിച്ചിട്ടില്ലാത്ത രീതിയിൽ വർഗീയ നരേഷനുകൾ ഇളക്കിവിടുന്നതാണ് അവരുടെ പതിവ് രീതി. ഏറ്റവും ഒടുവിൽ സിനിമാ താരം മമ്മൂട്ടിയെ വർഗീയവാദിയാക്കുവാനുള്ള ശ്രമമാണ് ഇപ്പോൾ അവർ എടുത്തുവച്ചിരിക്കുന്നത്. മമ്മൂട്ടിയുടെ ഉണ്ട എന്ന സിനിമ ഒരു വിഭാഗത്തെ വെളുപ്പിക്കുവാനുള്ള പ്രമേയം അവതരിപ്പിച്ചെന്നും ഇതിൻ്റെ സംവിധായകൻ ഒരു സുഡാപ്പിക്കാരൻ ആണെന്നുമൊക്കെയാണ് പുതിയ കണ്ടുപിടുത്തം. പുഴു എന്ന സിനിമയും ഇത് തന്നെയാണെന്നും മറുനാടൻ നിഷ്പക്ഷമായി തട്ടിവിട്ടു. അതിനുശേഷം സംഘപരിവാർ പ്രൊഫൈലുകൾ മമ്മൂട്ടിക്കെതിരെയുള്ള സൈബർ ആക്രമണം തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ മമ്മൂട്ടിയോ അയാളുടെ സിനിമയുടെ സംവിധായകനോ ഒന്നുമല്ല അവരുടെ പ്രശ്നം. മമ്മൂട്ടിയുടെയും സംവിധായകൻ്റെയും പേരാണ് പ്രശ്നം. മറുനാടൻ ഈ വിഷയം മാത്രമല്ല ഇത്തരത്തിൽ കൈകാര്യം ചെയ്തിട്ടുള്ളത്. ന്യൂനപക്ഷങ്ങളുമായി ബന്ധപ്പെട്ട പല വിഷയങ്ങളും, അത് ഭരണപരമായോ രാഷ്ട്രീയപരമായോ ഇനി മതപരമായിട്ട് തന്നെയാണെങ്കിൽ പോലും അവർ ഇത്തരം വിഷയങ്ങളിൽ അനാവശ്യമായി കൈകടത്തലുകൾ നടത്തിയിട്ടുണ്ട്, കൈകാര്യം ചെയ്തിട്ടുണ്ട്. പലപ്പോഴും ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, ഉദാഹരണത്തിന് മുത്തലാഖ് വിഷയത്തിലാണെങ്കിൽ പോലും അത്തരത്തിലുള്ള നരേഷനുകൾ ഉയർത്തിക്കൊണ്ടുവരാൻ എപ്പോഴും മറുനാടൻ ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ മറുനാടൻ്റെ ഈ യാത്രക്കൊരു ബ്രേക്ക് കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി നമ്മൾ കണ്ടതാണ്. നിലമ്പൂർ MLA PV അൻവറും മറുനാടൻ്റെ ഷാജൻ സക്രിയയും തമ്മിലുള്ള ഒരു പോരാട്ടം നമ്മൾ പലപ്പോഴായിട്ട് കണ്ടതാണ്. നിലമ്പൂരിൽ ഒരിക്കൽ ഷാജൻ സക്രിയ വരുന്നു, പോലീസ് അവിടെ നിന്ന് അറസ്റ്റ് ചെയ്ത് എറണാകുളത്തേക്ക് കൊണ്ടുപോകുന്ന സാഹചര്യമൊക്കെ നമ്മൾ കണ്ടു. അതിനുശേഷം ഇരുവരും തമ്മിൽ വലിയ പ്രശ്നങ്ങളുണ്ടായി. പിന്നീട് PV ശ്രീനിജൻ MLAയെ ജാതിപരമായി അധിക്ഷേപിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഒരു പരാതിയും കൊടുത്തു. ഈ പരാതി നടപടികളുമായിട്ട് കേരള പോലീസ് മുന്നോട്ട് പോകുമ്പോൾ സുപ്രീം കോടതിയിൽ നിന്ന് മുൻകൂർ ജാമ്യം നേടിക്കൊണ്ടാണ് അദ്ദേഹം ആ പോലീസിൻ്റെ അറസ്റ്റിനെ തടയിട്ടത്. ഇപ്പോഴിതാ മറുനാടൻ മുതലാളിയായിട്ടുള്ള ഷാജൻ സക്രിയക്കെതിരെ സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയെ സമീപിക്കാൻ ഇരിക്കുന്നു എന്ന വാർത്തകൾ പുറത്തു വരികയാണ്. ഷാജൻ സക്രിയയുടെ അറസ്റ്റിനുള്ള വിലക്ക് നീക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് സർക്കാർ ഇപ്പോൾ സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത്. അറസ്റ്റ് തടയണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഷാജൻ സക്രിയ നേരത്തെ സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നു. ഇത് നീക്കണമെന്നാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ ആവശ്യം. SC/ST നിയമപ്രകാരം രജിസ്റ്റർ ചെയ്ത കേസിലാണ് ഷാജൻ മുൻകൂർ ജാമ്യം നേടിയത് എന്നതും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇതിൽ വിധി പറയാനിരിക്കുകയാണ് സുപ്രീം കോടതി. അതിനിടയിലാണ് സംസ്ഥാന സർക്കാർ ഇത്തരത്തിലുള്ളൊരു ഇടപെടൽ വീണ്ടും നടത്തിയിരിക്കുന്നത്. ഷാജന് മാധ്യമങ്ങൾക്ക് നൽകുന്ന ഒരു പരിരക്ഷയും നൽകരുത് എന്നാണ് സംസ്ഥാന സർക്കാരിൻ്റെ അവകാശവാദവും സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയോട് ആവശ്യപ്പെട്ടിരിക്കുന്നു. ഇതോടെ മറുനാടനും PV അൻവർ MLAയും തമ്മിലുള്ള തുറന്ന പോര് ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ഷാജനെ പരസ്യ സംവാദത്തിനാണ് ഇപ്പോൾ PV അൻവർ MLA ക്ഷണിച്ചിരിക്കുന്നത്. ഈ സംവാദത്തിന് പക്ഷേ മറുനാടൻ്റെ ഓഫീസ് കയറി നിരങ്ങാനൊന്നും തന്നെ കിട്ടില്ല എന്നും അൻവർ പറയുന്നുണ്ട്. പുഴു സിനിമയുമായി ബന്ധപ്പെട്ട ഒരു ഫോൺ കോളും അൻവർ പുറത്തുവിട്ടിട്ടുണ്ട്. ഒരു ഇടവേളയ്ക്ക് ശേഷം മറുനാടനും ഷാജൻ സക്രിയയും വീണ്ടും ചർച്ചയാകുമ്പോൾ മറുനാടനെ പെട്ടെന്നൊന്നും വിടാൻ ഉദ്ദേശമില്ലെന്ന നിലപാട് സംസ്ഥാന സർക്കാർ വീണ്ടും മുന്നോട്ട് വെക്കുകയാണ്. അതിൽ സുപ്രീം കോടതിയുടെ നടപടികൾ എന്തായിരിക്കും എന്ന് മാത്രമാണ് ഇനി നമ്മുടെ മുൻപിൽ കാത്തിരിക്കുവാനുള്ള ഒരവസരം.